എല്ലാവർക്കും നമസ്കാരം. പ്രെപ്പ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതിനായി താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻസിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ താഴെ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ആദ്യം തന്നെ നിങ്ങളുടെ ഫുൾ നെയിം പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ SSLC ബുക്കിലുള്ള അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിൽ കൊടുത്ത് മാറ്റിയിട്ടുള്ള നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ആക്സസ് ഉള്ള നിങ്ങളുടെ മെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ നൽകുക. അതിൻ്റെ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. OBC കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവരാണെങ്കിൽ 3 വർഷത്തെ വയസ്സിളവും, SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരാണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവും ഉണ്ടാകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ കഴിയുക. നിങ്ങൾ എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് നേടിയത്? കൂടുതൽ പേരും ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺസായി മാറിയിട്ടുള്ളവരായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ നേറ്റിവിറ്റി, നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ കേരളൈറ്റ് എന്ന് നൽകുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ജനറൽ, OBC, SC/ST, EWS ഏതാണോ അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യുക. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ സ്മോൾ ലെറ്ററിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഫുൾ നെയിം നൽകുമ്പോൾ ചിലപ്പോൾ അത് അനുവദിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു യൂസർ ID ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു സ്ട്രോങ് പാസ്വേഡ് നൽകുക. ആ സ്ട്രോങ് പാസ്വേഡിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും എക്സ്ക്ലമേഷൻ മാർക്ക്, അറ്റ് പോലുള്ള മാർക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് സ്ട്രോങ് ആക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച എൻ്റർ ചെയ്യുക. ആ ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP ഫോർ രജിസ്ട്രേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്രൊവൈഡ് ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും നിങ്ങളുടെ മെയിൽ IDയിലേക്കും ഒരു OTP വരുന്നതാണ്. ആ വൺ ടൈം പാസ്വേഡ് കറക്റ്റായി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ പേജിലേക്ക് തിരികെ പോകുന്നതാണ്. തിരികെ ലോഗിൻ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ നേരത്തെ നൽകിയ യൂസർ IDയും അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും നൽകുക. ഈ യൂസർ IDയും പാസ്വേഡും നൽകിയതിനു ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾ അപ്ലൈ നൗ എന്ന ഒരു ഭാഗം കണ്ടില്ലേ? അവിടെ വ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് 2024 എന്നുള്ളത് കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതുവരെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിനായി നമ്മൾ ആദ്യം തന്നെ മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് അതിന് താഴെ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ എന്നിവ വൺ ടൈം രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ളവ ഇവിടെ വീണ്ടും വരുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നിവ നൽകുക. നിങ്ങളൊരു സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസിലാണ്, ഏത് രീതിയിലുള്ള പ്രൊഫിഷ്യൻസിയാണ് ഉള്ളത് എന്ന് പ്രൊവൈഡ് ചെയ്യുക. അതിനു താഴെ നിങ്ങൾ ഏത് ID ആണോ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ID ടൈപ്പ്, ആധാർ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് നമ്പർ, വോട്ടേഴ്സ് ID നമ്പർ, പാൻ നമ്പർ ഏതും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആ ID ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഈ കോൺടാക്റ്റ് ഇൻഫർമേഷനോടൊപ്പം നിങ്ങളുടെ ഒരു അഡീഷണൽ മൊബൈൽ നമ്പറും ലാൻഡ് ഫോൺ നമ്പർ വിത്ത് STD കോഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നൽകുക. ഇവിടെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നൽകി കഴിഞ്ഞു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും
ഒന്നാണെങ്കിൽ നിങ്ങൾ വെറുതെ കോപ്പി അഡ്രസ്സ് എന്ന് മാത്രം നൽകിയാൽ മതി. ഞാൻ ID ഡീറ്റെയിൽസായി നൽകിയിട്ടുള്ളത് പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറുമാണ്. ഇതിലൊന്ന് നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒറിജിനൽ കരുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം നൽകാൻ ശ്രമിക്കുക. താഴെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്കും മെയിൽ ID-യിലേക്കും ഒരു OTP വരുന്നതാണ്. ആ OTP കറക്റ്റായി എൻ്റർ ചെയ്യുന്നതോടെ നിങ്ങളുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം അടുത്ത സെക്ഷനുകൾ കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടെ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെക്ഷൻ വിസിബിൾ ആവുന്നതാണ്. അടുത്ത സെക്ഷനായി വരുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഫോട്ടോ ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗമാണ്. അവിടെ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ മാക്സിമം ഫയൽ സൈസ് 2 MB താഴെയായിരിക്കണം. ഇതെല്ലാം JPG, JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിനു ശേഷം താഴെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ ഇതെല്ലാം ഓരോന്നോരോന്നായി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ആദ്യം 10th ലെവൽ നൽകാനായി ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ലെവൽ ചൂസ് ചെയ്യുക. 10th ലെവൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ സ്ട്രീം ഓഫ് സബ്ജക്റ്റ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്, സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നോ, CBSE ആയിരുന്നോ, നിങ്ങളുടെ മോഡ് ഓഫ് ക്വാളിഫിക്കേഷൻ, നിങ്ങൾ റെഗുലറായി പഠിച്ചവരാണോ, പാർട്ട് ടൈമായി പഠിച്ചവരാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഓർ ഗ്രേഡ്, പെർസെൻറ്റേജ് എന്നിവ നൽകുക. അതിനുശേഷം വീണ്ടും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ 12th ലെവൽ ക്വാളിഫിക്കേഷൻ നൽകുക. അവിടെയും ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, സ്ട്രീം ഓഫ് സബ്ജക്റ്റ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്, രജിസ്റ്റർ നമ്പർ, മോഡ് ഓഫ് ക്വാളിഫിക്കേഷൻ, ക്ലാസ് ഓർ ഗ്രേഡ് എന്നിവ നൽകുക. അതും കഴിഞ്ഞ് നിങ്ങളുടെ ഡിഗ്രി ലെവലിനും ഇതുപോലെ തന്നെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനും നൽകുക. ഗ്രാജുവേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രിയാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്, BA ആണോ, BCA ആണോ, BTech ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്, നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ് എന്നിവ നൽകുക. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രി നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങളുടെ കൈവശം വെക്കേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ കൈവശം വെച്ചാൽ മതിയായിരിക്കും. പിന്നെ ഇയർ ഓഫ് പാസിംഗ് നൽകുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് പാസിംഗ് ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന് മുൻപായിരിക്കണം. ഫൈനൽ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന് ശേഷം നിങ്ങൾ പാസ്സാകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പാസിംഗ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എലിജിബിൾ ആയിരിക്കില്ല. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ PGയോ അല്ലെങ്കിൽ LLBയോ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതും ഇതുപോലെ തന്നെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നൽകി കഴിഞ്ഞു. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം ഓഫ് സബ്ജക്റ്റ് അവിടെ ലഭ്യമല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 12th ലെവലാണ് നൽകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം ഓഫ് സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ഓഫ് സബ്ജക്റ്റിൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അതേഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രീം ഓഫ് സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്ത് നൽകാവുന്നതാണ്. ഇതുപോലെ തന്നെ ഡിഗ്രി ലെവലിലും നിങ്ങൾ സ്ട്രീം ഓഫ് സബ്ജക്റ്റ് കണ്ടില്ലെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രീം ഓഫ് സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നൽകേണ്ടത് ഡിസബിലിറ്റി ഓർ ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സർവീസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻ്റ്ലി ഏബിൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് നൽകുക. അതിനുശേഷം നിങ്ങൾ നൽകേണ്ടത് അതർ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ജനറൽ ഡീറ്റെയിൽസും ഹൈക്കോർട്ട് പോസ്റ്റുകൾക്കായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ നൽകേണ്ടതുള്ളൂ. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ആൻഡ് സിവിൽ ജഡ്ജ് ജൂനിയർ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകേണ്ടതില്ല. അതർ ഡീറ്റെയിൽസിൽ ആദ്യമായി നിങ്ങൾ നൽകേണ്ടത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. ജനറൽ ഡീറ്റെയിൽസിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടോ എന്നുള്ളതാണ്.
ഇതിനായി നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കേഷനും നൽകേണ്ടതില്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളേജ് വെച്ച് യെസ് നൽകുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുക എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽസിൽ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നൽകുക, അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകുക, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സിവിൽ ക്രിമിനൽ പ്രൊസീഡിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതും നൽകുക. നിങ്ങളെ മുൻപ് ഡീബാർ ചെയ്യുകയോ ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ നൽകുക. ഇത്രയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജനറൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കോകരിക്കുലർ ആക്ടിവിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നിങ്ങളോട് ഇൻ്റർവ്യൂവിൽ ചോദ്യം ചോദിച്ചേക്കാം. സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഹൈക്കോർട്ട് പോസ്റ്റ് എന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെയും ജനറൽ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഫാദർ, മദർ, ഗാർഡിയൻ എന്നുള്ളവരുടെ എല്ലാം ഡീറ്റെയിൽസ് നൽകുക. നിങ്ങൾ ഹൈക്കോർട്ട് സർവീസിൽ ഇതിന് താഴെ ഏതെങ്കിലും പോസ്റ്റിലുള്ളവരാണെങ്കിൽ അതുകൂടെ നൽകുക. ഹൈക്കോർട്ട് സർവീസിലുള്ളവർക്കും ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് കൂടെ നൽകുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നതോടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഡാഷ്ബോർഡിലേക്ക് പോകുക. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വന്ന ആ ഒരു അപ്ലൈ നൗ എന്ന ഭാഗത്തേക്ക് പോവുക. ഇപ്പോൾ നമുക്ക് ചെക്ക് എലിജിബിലിറ്റി ആൻഡ് അപ്ലൈ എന്ന സെക്ഷൻ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞു. ഇനി ഈ ചെക്ക് എലിജിബിലിറ്റി ആൻഡ് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനായി ഒരു 4/2024 എന്ന റിക്രൂട്ട്മെൻറ്റ് നമ്പറിൽ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് 5/2024 എന്ന നമ്പറിൽ ഒരു നോട്ടിഫിക്കേഷനും. ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ നൽകുക. നിങ്ങൾ 50% മുകളിൽ മാർക്കുള്ളവരാണെന്നുള്ള ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ള ആ ഒരു സെക്ഷനിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിഫേർഡ് എക്സാം സെൻറ്റർ, നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതുകൂടെ നൽകണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെയൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് കറക്റ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ യെസ് പ്രൊസീഡ് എന്ന് നൽകുക. നിങ്ങൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സക്സസ് എന്ന് വരുന്നതാണ്. അതിനുശേഷം ബാക്ക് ടു ഹോം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി നൽകിയതായി കാണാൻ കഴിയും. ഇവിടെ PDF-ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണാനും കഴിയും. ഇത്രയും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.